നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനം. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഒഴിവാക്കി ഒമാൻ സർക്കാർ. തൊഴിൽ മേഖലയിലും സേവന മേഖലയിലും വമ്പിച്ച സാധ്യതകളും തുറന്നു. ജയിൽ DIG MK വിനോദ് കുമാർ കൊലക്കേസ് പ്രതിക്ക് വരെ അനർഹ പരോൾ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന് പോലീസ് ടെക്നിക്കൽ ഇന്റലിജൻസ് കണ്ടെത്തി. TP ചന്ദ്രശേഖരനെ വധിച്ച കൊടിസുനി ഉൾപ്പെടെയുള്ളവരോടും ഭരണ നേതൃത്വത്തോട് അടുപ്പം പുലർത്തുന്ന ഇയാൾ കൈക്കൂലി ഗൂഗിൾ പേ വഴി വാങ്ങി. ഗർഭിണിയായ യുവതിയെ നെഞ്ചിൽ പിടിച്ചു തള്ളി ചെകിട്ടത്തടിച്ച സർക്കിൾ ഇൻസ്പെക്ടർ KG പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്ത് മേൽ നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മർദ്ദനമേറ്റ ഷൈമോളുടെ ഭർത്താവ് ബെൻജോ ബേബിയെയും ഇയാളുടെ സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചിരുന്നു. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ അനുവദിക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചെന്നാരോപിച്ച് ഛത്തീസ്ഗഡ് സ്വദേശി രാമനാരായൺ ഭയ്യാറിനെ വാളയാറിൽ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു കൊന്നു. ക്രിമിനലുകളിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷനോട് 200 കോടി രൂപ സംസ്ഥാന സർക്കാർ കടം ചോദിച്ചത് പുതുതായി വരാൻ പോകുന്ന BJP കൗൺസിലിനെ വെട്ടിലാക്കാനെന്ന് BJP ആരോപിച്ചു. നവംബർ 24 മുമ്പ് പണം ട്രഷറിയിൽ അടയ്ക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും നിലവിലുള്ള നഗരസഭ നിർദ്ദേശം അവഗണിച്ചിരുന്നു. കേരള ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസായി സൗമൻ സെൻ ജനുവരി 10 ചുമതലയേൽക്കും. മുതിർന്ന 2ാമത്തെ ജഡ്ജി മുഹമ്മദ് മുഷ്താഖിനെ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കാനും കൊളീജിയം ശുപാർശ ചെയ്തു. പാരഡിപ്പാട്ടിൽ അനാവശ്യ ഇടപെടലുകൾക്ക് തിടുക്കം കാട്ടി CPM വെട്ടിലായേക്കുമെന്ന് സൂചന. CPM സഹയാത്രികരുൾപ്പെടെ സർക്കാർ നിലപാടിനെതിരായിട്ടും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാട്ട് ഉപയോഗിക്കാതിരിക്കാനുള്ള തന്ത്രമാണ് ഈ വിരട്ടലെന്ന് റിപ്പോർട്ട്. 30 ലക്ഷത്തിലധികം പേർ യൂട്യൂബിൽ മാത്രം ഈ പാട്ട് കേട്ടുകഴിഞ്ഞു. രൂപമാറ്റവും ശബ്ദവ്യത്യാസവും വരുത്തി ആൾട്ടർ ചെയ്ത വാഹനങ്ങൾ റോഡിൽ ചീറിപ്പായുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കയ്യും കെട്ടി നോക്കിയിരിക്കുന്നുവെന്ന് റിപ്പോർട്ട്. എയർ ഹോണുകളും ഉച്ചത്തിൽ മുഴക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങും. അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി ഇന്നലെ മേളയിൽ പങ്കെടുക്കാനെത്തി. ചെയർമാന്റെ അസാന്നിധ്യം വിവാദമായിരുന്നു. ഇന്ന് 11 സിനിമകൾ പ്രദർശിപ്പിക്കും. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി 2ാം പ്രതി മാർട്ടിൻ ചെയ്ത് പ്രചരിപ്പിച്ച വീഡിയോ ഉടൻ ഡിലീറ്റ് ചെയ്യാൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് നിർദ്ദേശിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെന്ന് അലഹബാദ് ഹൈക്കോടതി ചോദിച്ചു. കാൺപൂർ ഡിവിഷണൽ കമ്മീഷണറെ ബഹുമാനപ്പെട്ട എന്ന് വിശേഷിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ട കോടതി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ എന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസിലെ P ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറാകും. DCC അംഗമായ ഇന്ദിര നിലവിലെ കൗൺസിലിൽ ഡെപ്യൂട്ടി മേയറാണ്. ഒരേ തെളിവിൽ കോടതിയുടെ ഇരട്ട നിലപാടിനെതിരെ സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. ദിലീപിനെ എങ്ങനെ കുറ്റവിമുക്തനാക്കാൻ കഴിയുമെന്ന് നിയമോപദേശം സംശയം പ്രകടിപ്പിക്കുന്നു. ഇപ്പോഴത്തെ പാരഡി വിവാദത്തിലെ യഥാർത്ഥ പാട്ട് സൂഫി ഗായകർ പരമ്പരാഗതമായി പാടിവരുന്ന ഏകനേ യാ അല്ലാഹ് എന്ന ഗാനത്തിന്റെ ഈണം പകർത്തിയതാണെന്ന് വ്യക്തമായി. പ്രാദേശിക ചരിത്ര ഗവേഷകൻ പള്ളിക്കോണം രാജീവിന്റെ FB പോസ്റ്റിൽ കൃത്യമായ വിവരമുണ്ട്. ഈ ഈണമാണ് തമിഴ് പണ്ഡിതനും കവിയുമായ ഉളന്തൂർപേട്ട ഷൺമുഖം പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് തന്റെ പാട്ടിൽ ഉപയോഗിച്ചത്. കേരള സർവകലാശാല അത്ലറ്റിക് മീറ്റിൽ കാര്യവട്ടം LNCP മുന്നിലെത്തി. കൊല്ലം TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2ാം സ്ഥാനത്തും. മേള ഇന്ന് സമാപിക്കും. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ
വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.